Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ബൾബ് ആർട്ടാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ടത് ഫ്യൂസ് ആയിട്ടുള്ള ബൾബാണ്. നമ്മുടെ കയ്യിൽ കുറേ ഉണ്ടാവും ഫ്യൂസ് ആയിട്ട് ബൾബ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കുറച്ച് അരിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആർട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ബൾബ് ആർട്ട് കുറേ ഇട്ടിട്ടുണ്ട് വീഡിയോസ്, സ്റ്റെപ്പ് ബൈ ആയിട്ട് കുറേ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ 1 by 1 ആയിട്ട് കൊടുത്തിട്ട് എല്ലാവരും അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് പോയാലോ. ഞാനൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ അളവിൽ അരി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് അരി എടുത്താൽ മതി, ഒരു കളറിന് കുറച്ച് അരി എടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ അരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു മഞ്ഞ കളറാണ് ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ ആവശ്യമായിട്ടുള്ളത് അത് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാ കളേഴ്സും ആവശ്യമാണ് എന്തായാലും. അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളൂ കേട്ടോ. നമ്മൾ 2-3 വട്ടം ഒന്ന് മിക്സ് ആക്കിയാൽ നന്നായിട്ട് പെട്ടെന്ന് മിക്സ് ആയിക്കോളൂ. അതുപോലെ പെട്ടെന്ന് തന്നെ അതിൽ അതൊന്ന് സ്റ്റിക്ക് ചെയ്തോളും. ഇനി നമുക്കിതിനെ ഒന്ന് വേറൊരു പേപ്പറിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. സൺലൈറ്റിൻ്റെ പ്രസൻസ് ആവശ്യമില്ല. നമുക്ക് റൂം ടെമ്പറേച്ചറിലായാലും തനിയെ ഉണങ്ങിക്കോളും. ഒരു 5 മിനിറ്റ് എങ്ങാനും വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളും. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഡ്രൈ ആവാൻ വെക്കുകയാണ്. ഇതുപോലെ തന്നെ പല കളേഴ്സും ഉണ്ടാക്കി വെക്കാം കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കൈ കൊണ്ട് തൊട്ടാൽ തന്നെ കയ്യിലേക്ക് അടർന്ന് പോന്നോളും. ആ പേപ്പറിൽ അത് സ്റ്റിക്ക് ചെയ്തിരിക്കില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അക്രിലിക് പെയിൻറ് അതുകൊണ്ട് പെട്ടെന്ന് അത് ഇളകി പോന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്നൊന്നിനെ മിക്സ് ചെയ്ത് കൊടുത്താൽ, ഒന്ന് അമർത്തി മിക്സ് ചെയ്താൽ അതൊക്കെ അരിമണികൾ ഒട്ടി പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തതൊക്കെ ഒന്ന് വിട്ട് കിട്ടിക്കോളും. പല കളേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ മിക്സ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് എല്ലാ കളേഴ്സും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ കളേഴ്സും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഏകദേശം 10 കളേഴ്സ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കളേഴ്സാണോ ആവശ്യമുള്ളത് അത്രയും കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയ കളർ കോമ്പിനേഷൻ കിട്ടുന്നതായിരിക്കും. ശരിക്കും ജീരകമിഠായി പോലെയൊക്കെയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ കളേഴ്സും സിംഗിളായിട്ട് വന്ന് എടുക്കുന്ന പോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഫുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാനായിട്ട്, ജീരകമിഠായിയുടെ പോലെയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാം കളേഴ്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഫ്യൂസായ ബൾബിലേക്ക് കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കുകയാണ്. ഫെവിക്കോളും കുറച്ചളവിൽ വെള്ളം മിക്സ് ചെയ്തിട്ടുള്ളൂ. അധികം ആ റേഷ്യോ ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. കുറച്ച് അളവിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്തിരി പേസ്റ്റ് പോലത്തെ രൂപത്തിൽ നമുക്ക് ആവശ്യമാണ്, ഉണ്ടെങ്കിൽ അത് അരിമണിയൊക്കെ അതിൽ സ്റ്റിക്ക് ചെയ്യുള്ളൂ. ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യാം. ഇതിനു മുമ്പും റൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ആർട്ട് ഭയങ്കര സിമ്പിൾ മെത്തേഡായിരുന്നു. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ട് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ 2 വീഡിയോസും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഗമ്മൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള അരിമണീനെ നമ്മുടെ ഈ ബൾബിൻ്റെ മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്തിട്ട് സ്പ്രിങ്കിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണക്കാൻ വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് കോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ട് കൊടുക്കാവുന്നതാണ്. ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നന്നായി ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് കോട്ടും കൂടി കൊടുത്തിട്ട് ആ ഗ്യാപ്സ് ഒന്നും അധികം കാണാത്തത് നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. നിങ്ങൾക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കാൻ സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഫസ്റ്റത്തെ കോട്ടിങ്ങിൻ്റെ മുകളിൽ കൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ അരിയിൽ നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്യാം. നന്നായിട്ട് ഉണങ്ങി കിട്ടിയാൽ സെക്കൻഡ് കോട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ സെക്കൻഡ് കോട്ട് കൊടുക്കാന്ന് വെച്ചാൽ കൊടുത്തിട്ട് കൂടി ഭംഗി കിട്ടും എന്തായാലും. ഞാൻ ആ മുകളിലത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്ലാക്ക് അടിച്ചു കൊടുക്കുകയാണ്. ബ്രഷ് യൂസ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി, സ്പോഞ്ച് യൂസ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ
ആ സെക്ഷൻ ഫുള്ളായിട്ടും കവർ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ല, നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഹാങ്ങിങ്സ് റെഡി ആക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വൂളൻ ത്രെഡ്സ് ആണ്. നമുക്ക് ഏത് കളേഴ്സ് വേണം ചൂസ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ആവശ്യമുള്ള ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ആ 2 എൻഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ 2 എൻഡ്സ് ഉണ്ട് അതിൽ. അപ്പോൾ ഈ 2 എൻഡ്സിലായിട്ട് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബൾബാട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, കുറച്ച് മെറ്റീരിയൽസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ മറക്കല്ലേ.